ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വകയും എൻ്റെ കുടുംബത്തിൻ്റെ വകയും നല്ല അടിപൊളി ഒരു ഈദ് മുബാറക്ക് തന്നെ. അപ്പോൾ നമ്മൾ ഈദ് ദിവസം നമ്മൾ രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരില്ല നമ്മളെ തറവാട്ടിലോട്ടാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് തറവാട് വീട് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് വന്ന സമയത്ത് അവിടെ എൻ്റെ നാത്തൂൻ്റെ ഉമ്മയും അതുപോലെ ആങ്ങളെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വന്ന സമയത്ത് നമ്മൾ ചൂടല്ല, അപ്പോൾ പായസത്തിൻ്റെ പകരം എന്തൊക്കെ അവർക്ക് ജ്യൂസ് എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ച് അത്തയ്ക്ക കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് അത് അവർക്ക് കൊടുത്ത് അങ്ങനെ അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന സമയത്താണ് ഞാൻ ആ ടേബിളിൽ ഇങ്ങനെ ഫുഡൊക്കെ വെച്ചത് കണ്ടപ്പോൾ എന്താണെന്ന് നോക്കാൻ പോയപ്പോൾ നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് തറവാട്ടിലുണ്ടാവില്ല നാടനായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. കർമ്മത്തി കറി, അതുപോലെ വെണ്ടക്ക മുളകിട്ടത്, അതുപോലെ ചിക്കൻ ഫ്രൈ, പപ്പടം, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സെയിം ഇതാണ് നമ്മൾ തറവാട്ടിൽ നിന്ന് എല്ലാ കൊല്ലവും നമ്മൾ കഴിക്കാറുള്ളത്. അപ്പോൾ ആമാൻ്റെ ചിക്കൻ ഫ്രൈ അതൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം ഒന്ന് മയങ്ങി ഏകദേശം 1 മണിയായപ്പോഴാണ് തിരിച്ച് വീട്ടിലോട്ടെത്തിയത്. വീട്ടിലെത്തിയ സമയത്ത് തന്നെ ഷാമോൾ ഇതൊരു ഫോട്ടോ എടുക്കാനൊക്കെ പോയി ഒരുങ്ങി കെട്ടിയാണ് അവിടെ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഉച്ചയ്ക്ക് എനിക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ 2 കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് അവർ വീട്ടിലോട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആഗ്നസ് മേമും അതുപോലെ കിഷലി മേമും. അങ്ങനെ അവർ രണ്ടുപേരും വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ കിഷലി മേം ഒരുപാട് എനിക്ക് മൈലാഞ്ചി ഇട്ടുതരുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ട്യൂബ് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ മാമിന് കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ ഒരുപാട് സമയം സംസാരിച്ചിരുന്നു. ഏകദേശം 3:30-4 മണിയായപ്പോഴാണ് അവർ പോയത്. അങ്ങനെ അതിനുശേഷം വൈകുന്നേരം അല്ലുവിനും അയാൻക്കും ഈദ് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അയാൻക്ക് ഒരു JCB, അതുപോലെ അല്ലുവിന് ഒരു കിച്ചൺ സെറ്റ്, അതുപോലെ ഡോക്ടർ സെറ്റ്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ അടങ്ങിയൊരു സംഭവം ഒക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഈവനിങ് ഒരു മഗ്‌രിബിന് ശേഷം ഞാനും മക്കളും കൂടെ ഉമ്മാൻ്റെ അടുക്ക് വന്നു. എല്ലാവരും ഉമ്മാൻ്റെ കൂടെയാണ് രാത്രി ഞങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഉമ്മാൻ്റെ അടുക്ക് വന്ന സമയത്തിന് ആരും എത്തിയിട്ടില്ല. അപ്പോൾ എല്ലായിടത്തും ഒന്ന് നടന്ന് കറങ്ങി എല്ലാവരും നോക്കിക്കണ്ട് അമ്മായി അടുക്കളയിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയി കണ്ട് അടുക്കളയിൽ തന്നെ ഇരുന്ന് അവിടെ ഇരുന്ന് പായസവും അതുപോലെ കസ്റ്റാർഡ് ഉണ്ടായിരുന്നു. അമ്മേൻ്റെ ആ ഒരു കസ്റ്റാർഡ് പുഡിങ്ങും അങ്ങനത്തെ അതൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും അവിടെ തന്നെ സംസാരിച്ചിരുന്നു. അല്ലു ആണെങ്കിൽ അപ്പോൾ വീഡിയോ എടുക്കാൻ അയക്കണില്ല. വീഡിയോ അമ്മൽ വന്ന് ക്യാമറമാൻ തുടങ്ങിയ തല്ലുകയാണ്, മച്ചി വീഡിയോ എടുക്കണ്ട പറഞ്ഞിട്ട്. അപ്പോൾ ലിയ ചോദിക്കണം എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ രസമുണ്ടോ ചോദിക്കുകയാണ്. ആക്ച്വലി നല്ല ഭംഗിയുണ്ടായിരുന്നു, അവളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അയാനാണെങ്കിൽ മിണ്ടാണ്ടിരുന്ന് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷത്തെ അമ്മോൻ്റെ വക കുട്ടികൾക്ക് എല്ലാവർക്കും പെരുന്നാൾ പൈസ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മോൻ ദബാനൊക്കെ നിലത്ത് കിടന്നിട്ടാണ് പെരുന്നാൾ പൈസ വാങ്ങിക്കുന്നത്. അങ്ങനെ ആദ്യ രാജ് എല്ലാവർക്കും പെരുന്നാൾ പൈസ കൊടുത്ത്. അപ്പോൾ ആദ്യം പറയുകയാണ് എൻ്റെ ഷാമോക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഷാമോളൊക്കെ വലിയ കുട്ടികളെ പെടുത്തിക്കണം, ഇനി ഓക്കൊന്നും പൈസ ഇല്ല പറഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മോൻ പിന്നെ വന്ന് കണ്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും പൈസ തന്ന്. അപ്പോൾ എല്ലാവർക്കും അമ്മോൻ്റെ വക പെരുന്നാൾ പൈസ കിട്ടി. ആദ്യത്തെ പെരുന്നാൾ പൈസയാണ്. അപ്പോൾ അത് കിട്ടിയതിൽ നല്ലൊരു സന്തോഷം, എല്ലാവർക്കും സന്തോഷം കിട്ടി. അങ്ങനെ അതിനുശേഷം പിന്നെ ഇവർ ഫുൾ ഓടിക്കളി, കുട്ടികളൊക്കെ ഫുൾ ഓടിക്കളി എന്തൊക്കെ. അതിനിടയിലാണ് അമ്മ വിളിച്ചാൽ എന്നിട്ട് എനിക്കൊരു സാധനം ഞാൻ കാണിച്ചു തരാം, ഒരു മാജിക് സ്പോഞ്ച് ഉണ്ട്, അത് കാണിച്ചു തരാം, അതൊന്ന് വീഡിയോ എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് മാജിക് സ്പോഞ്ച് വെച്ചിട്ട് ഞാൻ നോക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അത് ജസ്റ്റ് ഒരു വെള്ളമാക്കിക്കണ്ട് ആ സ്പോഞ്ച് കൊണ്ട് എവിടെ തോത്തിയാലും എത്ര തന്നെ കറയും അല്ല പെൻസിലിൻ്റെതോ ക്രയോൺസിൻ്റെ അടയാളം എന്ത് അടയാളം ഉണ്ടെങ്കിലും ഇതൊക്കെ വൈപ്പ് ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങോട്ട് നല്ല പോലെ മാഞ്ഞു പോകുന്നുണ്ട്. അമ്മോനെ ഒന്ന് ജസ്റ്റും തോത്തി ആ ഒരു ക്ലോത്തോണ്ട് അതൊന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ നല്ല ചളി ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ നീച്ചാണ്, ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എളിമ വന്ന സമയത്ത് എളിമാൻ്റെ വക എല്ലാവർക്കും കോൺ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചോറ് വേണ്ട, കാരണം അത്യാവശ്യം പായസവും കാര്യങ്ങളൊക്കെ കഴിച്ച് വേറെ ഫുള്ളാണ്, എനിക്ക് ഐസ്ക്രീം മാത്രം തന്നാളിന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാവർക്കും കൂടെ ഉള്ള ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് ബിരിയാണി ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നെയ്ച്ചോറ്, അമ്മായിൻ്റെ ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ തൈര്, അച്ചാർ, ഉർക്കപ്പളി അച്ചാർ, നാരങ്ങച്ചാർ, അങ്ങനെ അച്ചാറുകളൊക്കെ. ഇത് നെയ്ച്ചോറിന് മുകളിലിടാൻ ഉണ്ടാക്കി വെച്ച അണ്ടി മുന്തിരിയാണ്. അത് രണ്ടും കൂടെ പെറുക്കി തിന്നുകയാണ്. ഇത് പൊന്നു, ഇത് മോളു, അതുമ്മ, അതാമ്മ, ഇപ്പുറത്തത് അല്ലു, ഓലൊക്കെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ലിയ വീണ്ടും ഇങ്ങനെ എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട്. ലിയ വീഡിയോ എടുക്കുന്നത് കാണുന്നിടത്തുനിന്നൊക്കെ ലിയ ഒരു ഹായ് എന്തൊക്കെ തന്നിട്ടാണ് ഇരിക്കുന്നത്. ഷാമോളും ലിയാണെങ്കിൽ ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ പുറത്ത് പോയി കാണും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വന്നതാണ്. ലിയ വീണ്ടും വന്ന് കണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ കാക്ക ഭയങ്കര പോയി കാണ്ട് പടക്കങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പല ഐറ്റം പടക്കങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുള്ള് പടക്കം പൊട്ടിക്കലായി. അത് ഒരുപാട് ഇതിൽ ആഡാക്കി കഴിഞ്ഞാൽ പിന്നെ അത് പ്രോബ്ലം ആകും, റിപ്പോർട്ടാകും, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാടൊന്നും ഇതിൽ ആഡാക്കുന്നില്ല. എന്നാലും നമ്മൾ ആദ്യം തന്നെ ഇതാണ് പൊട്ടിക്കാൻ വെച്ചത്. ഇത് വെച്ചത് ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ, പൊട്ടിയതൊന്നും ഞങ്ങൾ കണ്ടില്ല. ഇത് തീ കൊളുത്തി ഞങ്ങൾ തിരിഞ്ഞപ്പോൾ പൊട്ടലും കഴിഞ്ഞു. എന്താ സംഭവം ആരും കണ്ടില്ല. അതിനുശേഷം കാക്കത ഓരോ പടക്കങ്ങളും മെഷുപുത്തിരി, അതുപോലെ പീക്കോക്ക്, സ്കൈ ഷോട്ട്, ഓരോ സംഭവങ്ങളുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് അതൊക്കെ കണ്ട് അങ്ങനെ എല്ലാവരും മറ്റു കാണികളെ സ്റ്റേഡിയത്തിലോട്ട് നോക്കിയിരിക്കുന്ന പോലെ എല്ലാവരും മുറ്റത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ വാങ്ങിക്കൊണ്ടുവന്ന പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് നല്ല സന്തോഷത്തോടെ എല്ലാവരും ഞങ്ങൾ ഫസ്റ്റ് ഡേ ഈദ് അങ്ങോട്ട് ഇവിടെ അവസാനിപ്പിച്ച്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക,